ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, ഇതിൻ്റെ തൊട്ട് പുറകിലാണ്. ആ കുട്ടി സഹോദരന്മാരും മറ്റു കൂട്ടുകാരുമായിട്ട് അവിടെ കളിക്കാൻ വരാറുള്ളതാണ്. പക്ഷേ അവിടെ നിന്ന് ഈ വഴി വരാറില്ല. വേറൊരു വഴിയുണ്ട് സാധാരണ വീട്ടിലേക്ക് പോകുന്നത്. എന്താണെന്നൊന്ന് വിശദമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ബോഡി ലഭിച്ച കുളം റോഡിൻ്റെ സൈഡല്ല, അപകടത്തിൽ ചാല് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ കുളം ഒരു ചാല് കടന്നത്. വലിയ ആളുകൾക്ക് പോലും കടക്കാൻ ചെറിയ പാലങ്ങളാണുള്ളത്. അങ്ങനെ സ്വമേധയാ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും പോലീസ് വിശദമായി തന്നെ ഇവിടെ CCTV ഇല്ല, ഈ ഭാഗത്തില്ല. ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ പാർക്കിൽ CCTV ഉണ്ട്. അത് നമ്മൾ മുനിസിപ്പാലിറ്റിയുടെ CCTV പരിശോധിച്ചു, പക്ഷെ അവിടെ വന്നതായിട്ട് നമ്മൾ കണ്ടില്ല. പോലീസിന് പാർക്ക് ഈ വാട്ടർ ടാങ്കിന്റെ തൊട്ട് സൈഡിലുള്ളതാണ് പാർക്ക്. പക്ഷെ അങ്ങോട്ട് ഈ പാർക്കിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഈ കുട്ടി കുളത്തിന് പാർക്കിൽ കുട്ടികൾ സഹോദരനും മറ്റു കൂട്ടുകാരുമായിട്ട് അവിടെ ഇടയ്ക്ക് കളിക്കാൻ പോകാറുണ്ടെന്നാണ് കിട്ടിയ വിവരം. കുളത്തിന്റെ അവിടേക്ക് ഇതല്ല, പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ മറ്റൊരു വഴിയും കൂടെ ഉണ്ട്. പക്ഷെ ഈ വഴിയും എടുക്കാറുണ്ട്. ഇനിയിപ്പോൾ പോകാറുള്ളതായിട്ട് നമുക്ക് അറിവില്ല. പക്ഷെ ആ കുട്ടിയുടെ അമ്മ ഇന്നലെ ഈ വഴിക്ക് വന്നിരുന്നു എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അമ്മ വന്നു എന്ന് പറഞ്ഞ കുട്ടി അമ്മയുടെ പുറകെ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? അമ്മ ആ വഴിക്ക് പോയതാണ്. അമ്മ വീട്ടിലായിരുന്നു ആ സമയത്ത്. അമ്മ ഈ വഴിക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ടുണ്ടാവുമോ എന്ന് ഏതായാലും ഇത് വിശദമായി പരിശോധിക്കും. അമ്മ രാവിലെ ഇതിൽ വന്നിരുന്നു എന്നാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞത്. ഒരു അസ്വാഭാവികത ഉണ്ട്. കാരണം സാധാരണഗതിയിൽ അങ്ങനെ കുട്ടി വരാറില്ല. കുട്ടി വീട്ടിൽ നിന്ന് അധികം ദൂരം ഒറ്റയ്ക്ക് പോയി കളിക്കാവുന്നതല്ല. ഏതായാലും ഈ കുളത്തിൽ നടന്നു പോകുമ്പോൾ വീഴാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്നലെ ഈ പൊട്ടക്കുളത്ത് പരിശോധന നടത്തി, ഇന്നലെ ഇവിടെ നടത്തിയില്ല. കാരണം ഡോഗ് സ്ക്വാഡ് വന്നത് മറ്റ് 2 കുളത്തിന്റെ പരിസരത്തൂടെയാണ്. അപ്പോൾ ആ 2 കുളത്തിലാണ് ഇന്നലെ. 100 മീറ്റർ അപ്പുറം വരെ ഡോഗ് സ്ക്വാഡ് വന്നിരുന്നു. കോട്ടേഴ്സിന്റെ 100 മീറ്റർ അപ്പുറത്താണ് മറ്റൊരു കുളമുള്ളത്. അവിടെ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ അവിടെ ഇല്ല. അപ്പോൾ ഇന്നലെ ഈ കുളം നമ്മളാരും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡും വന്നില്ല. ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം റോഡ് ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്നൊരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്, ആ കനാലിന് അപ്പുറമാണ് ഈ കുളം. കുട്ടി മറിഞ്ഞു വീണു എന്ന് പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം അപകടം നടന്നു പോകുമ്പോൾ അപകടം പറ്റുന്ന രീതിയിലല്ല ഈ കുളത്തിന്റെ ഘടന കിടക്കുന്നത്. 2 കുളങ്ങൾ പോലുള്ള സ്ഥിതി അല്ല. മറ്റു 2 സ്ഥിതി വരുമ്പോൾ നടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് റോഡാണ്. റോഡിൽ നിന്ന് ഒരു കനാല് കടന്ന് അപ്പുറത്താണ് ഈ കുളത്തിൽ ഇവിടെ ആൾപെരുമാറ്റമുള്ള സ്ഥലം തന്നെയാണോ ഇവിടെ ഈ കുളത്തിന് പരിസരം? ആൾപെരുമാറ്റമുള്ളതാണ്. കാരണം ആളുകൾ കുളിക്കുന്ന ഒരു കുളവും കൂടെയാണ്. ആൾപെരുമാറ്റമുള്ള. പക്ഷെ ആ സമയത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നത്, രാവിലെ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കുളിച്ചിട്ടുണ്ടാവാം. കാരണം കുളിച്ചിട്ടുണ്ടാവാൻ സാധ്യത അപ്പോഴൊന്നും ശ്രദ്ധയിപ്പെട്ടുണ്ടാവില്ല. കാരണം പട്ട് കഴിഞ്ഞാൽ ബോഡി പോകുമ്പോൾ അല്ല, അത് നമ്മൾ വെള്ളത്തിനകത്ത് ബോഡി കിടന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാവുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏതായാലും അത് പോലീസ് വിശദമായൊരു അന്വേഷണം വേണം. അപകട സാധ്യത അല്ലാതെ ഒന്ന് പരിശോധന, അതിന് വിശദമായൊരു അന്വേഷണം തന്നെ വേണം.